ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ തെർമോകപ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സീബാക്ക് എഫക്റ്റ് എവിടെയാണ് ബേസിക്കലി ഒക്കർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? നമുക്ക് ഈ രണ്ട് ഡിഫറെൻറ്റ് മെറ്റൽസുകൾക്കിടയിലാണ് ഈ എഫക്റ്റ് പ്രസന്റ് ആയിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് രണ്ട് ഡിഫറെൻറ്റ് മെറ്റൽസ് ഉണ്ടായിരിക്കും, അവിടെ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പിലെ ടെമ്പറേച്ചർ വരികയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. നമ്മുടെ ടെമ്പറേച്ചറിന്റെ മൂവ്മെന്റിന്റെ, ഓക്കെ, ഈ ടെമ്പറേച്ചർ ഏത് ഡയറക്ഷനിൽ നിന്നും എവിടെ നിന്നും എങ്ങോട്ട് പോകുന്നു എന്നുള്ള ഡയറക്ഷൻ അവിടെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എന്താണ് പറയുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അറ്റ് എ പർട്ടിക്കുലർ ലൊക്കേഷൻ. ഹായ് എവരി വൺ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ പ്രണവ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തെർമോകപ്പിളിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. എന്താണ് തെർമോകപ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എ ടെമ്പറേച്ചർ മെഷറിംഗ് ഡിവൈസ്. അപ്പോൾ ബേസിക്കലി എന്താണ് തെർമോകപ്പിൾ എന്ന് പറയുന്നത്? നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് തെർമോകപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇറ്റ് യൂസസ് ഫോർ മെഷറിംഗ് ദ ടെമ്പറേച്ചർ അറ്റ് വൺ പർട്ടിക്കുലർ പോയിന്റ്. അപ്പോൾ എന്താണ്? ഒരു എൻവയോൺമെന്റിലോ അല്ലെങ്കിൽ ഒരു കണ്ടീഷനിലേക്കാൾ ബെറ്റർ ആയിട്ട് എന്താണ്? ഒരു സിംഗിൾ പോയിന്റിൽ, ഓക്കെ, ഓർക്കുക, നമുക്ക് ആവശ്യമുള്ള ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ തെർമോകപ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്? ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ തെർമോകപ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സെൻസർ യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ടെമ്പറേച്ചർ ഇൻ ദ ഫോം ഓഫ് ആൻ ഇലക്ട്രിക് കറണ്ട് ഓർ ദ EMF. അപ്പോൾ എന്താണ് പറയുന്നത്? ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സെൻസർ. ഒരു സെൻസർ തന്നെയാണ് നമ്മൾ എന്താണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ മെഷറിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ്? ഇതിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഡിഗ്രി സെൽഷ്യസിലോ അല്ലെങ്കിൽ എന്താണ് കെൽവിനിലേക്കായിരിക്കും നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് നമുക്ക് കിട്ടേണ്ടത്, ടെമ്പറേച്ചർ ഡിവൈസിൽ കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ എന്താണ്? നമുക്ക് ഇലക്ട്രിക്കൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്താണ് കിട്ടുന്നത്. ഓക്കെ, എന്താണ്? നമുക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചറിന് എന്താണ്? ഒരു ഇലക്ട്രിക്കൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ പാരാമീറ്റർ ബേസിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇവിടെ ടെമ്പറേച്ചർ റീഡിങ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമോകപ്പിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏത് ഫോമിലോട്ടാണ്, ഏത് ഇലക്ട്രിക്കൽ ഫോമിലോട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് ഇലക്ട്രിക് കറണ്ട് ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? EMF ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഡിവൈസിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. നമ്മൾ തെർമോകപ്പിളിനെ പറ്റിയാണ് പറയുന്നത്. തെർമോകപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്? അത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് തെർമോകപ്പിൾ എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ടെമ്പറേച്ചറാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? തെർമോകപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ മറ്റൊന്നാണ് പറയുന്നത്, ഇതിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഫോമിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ EMF എന്നുള്ള ഫോമിലോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഇത് കൺവേർട്ട് ചെയ്യുന്നത്. ദ തെർമോകപ്പിൾ കൺസിസ്റ്റ് ഓഫ് 2 വയേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റൽസ് വിച്ച് ആർ വെൽഡഡ് ടുഗദർ അറ്റ് ദ എൻഡ്സ്. അപ്പോൾ എന്താണ്? തെർമോകപ്പിളിൻ്റെ ഒരു ബേസിക് കൺസ്ട്രക്ഷൻ സ്ട്രക്ചറാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിലുണ്ടായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വയേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? സ്റ്റേറ്റ്മെന്റ് ടൈപ്സിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? 2 വയേഴ്സ് ഉണ്ടായിരിക്കും. ആ വയേഴ്സിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഈ 2 വയേഴ്സും 2 ഡിഫറെൻറ്റ് മെറ്റൽസ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? ഇത് പരസ്പരം വെൽഡ് ചെയ്ത് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ഓക്കെ, ഇതിൻ്റെ 2 എൻഡിലായിട്ട് എന്താണ് ചെയ്ത് വെച്ചിരിക്കുന്നത്? എൻസുമായിട്ട് ഇത് ജോയിൻ ചെയ്തായിരിക്കും വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം, നമ്മൾ എന്താണ് തെർമോകപ്പിളിൻ്റെ കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. 2 വയേഴ്സ് ആയിരിക്കും തെർമോകപ്പിൾ എന്നുള്ളതിൽ ബേസിക്കലി ഉണ്ടായിരിക്കുക. ഈ 2 വയേഴ്സ് എന്തായിരിക്കണം? ഡിഫറെൻറ്റ് മെറ്റൽസ് ആയിരിക്കണം. പിന്നെന്താണ്? ഇത് പരസ്പരം 2 എൻസുമായിട്ട് വെൽഡ് ചെയ്തായിരിക്കും വെച്ചിരിക്കുന്നത്. ഓക്കെ, ദ വെൽഡഡ് പോർഷൻ വാസ് ക്രിയേറ്റിംഗ് ദ ജംഗ്ഷൻ വെർ ദ ടെമ്പറേച്ചർ ഈസ് യൂസ്ഡ് ടു ബി ദ മെഷേർഡ്. അപ്പോൾ എന്താണ്? 2 ജംഗ്ഷൻസ് ഉണ്ടാവും നമുക്ക്. കാരണം എന്താണ്? 2 വയേഴ്സിനെ നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ വെൽഡഡ് പോർഷൻസ്, ഓക്കെ, ഈ വെൽഡഡ് പോർഷൻസ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആ വെൽഡ് ചെയ്തിരിക്കുന്ന ജംഗ്ഷൻസ് ആണ് നമ്മൾ എന്തിനായിട്ട് യൂസ് ചെയ്യുന്നത്? ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ആ വെൽഡ് ചെയ്തിരിക്കുന്ന ആ ജംഗ്ഷൻസ് ആയിരിക്കും. ഓക്കെ, ദ വേരിയേഷൻ ഇൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ വയർ ഇൻഡ്യൂസസ് ദ വോൾട്ടേജ്. അപ്പോൾ നമുക്കറിയാം എന്താണ്? നമ്മൾ വെൽഡ് ചെയ്തിരിക്കുന്ന ഒരു ജംഗ്ഷനിൽ എന്താണ്? അറ്റ് പർട്ടിക്കുലർ പോയിന്റ് ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിക്കുമ്പോൾ എന്താണ്? 2 ഡിഫറെൻറ്റ് മെറ്റൽസ് ആണ്. അപ്പോൾ എന്താണ്? അവിടെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ്, അതായത് അവിടെ എന്താണ് സെൻസ് ചെയ്യുന്ന ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഈ ഡിഫറൻസിലൂടെ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡിഫറൻസിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലാണ് എന്താണ് ഇതിൻ്റെ ബേസിക് വർക്കിംഗ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടി നോക്കാം. നമ്മൾ തെർമോകപ്പിളിൻ്റെ കൺസ്ട്രക്ഷനെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? തെർമോകപ്പിളിൽ 2 വയേഴ്സായിരിക്കും ഉണ്ടായിരിക്കുക. ആ 2 വയേഴ്സും ഡിഫറെൻറ്റ് മെറ്റൽസ് ആയിരിക്കും. പിന്നെന്താണ്? ഇതിൻ്റെ 2 എൻഡ്സും പരസ്പരം വെൽഡ് ചെയ്തായിരിക്കും വെച്ചിരിക്കുക. പിന്നെന്താണ് പറയുന്നത്? ഈ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ജംഗ്ഷൻ പോയിന്റിലേക്ക് നമ്മൾ എന്തിനായിട്ട് യൂസ് ചെയ്യുക? നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി പോയിന്റ് വേണ്ടി യൂസ് ചെയ്യുക. പിന്നെ അറിയേണ്ട എന്താണ്?
ഈ ടെമ്പറേച്ചർ വേരിയേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ഡിവൈസിൽ ഒരു വോൾട്ടേജ് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, നമ്മുടെ മെഷർമെന്റ് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനും പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്നതാണ് എന്താണ് നമ്മുടെ തെർമോകപ്പിളിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് 2 വയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, ഒന്ന് അയണിൻ്റെ വയറും മറ്റൊന്നൊരു കോപ്പറിൻ്റെ വയറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇതിന് 2 വയേഴ്സ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ 2 ജംഗ്ഷൻസും നമ്മളിവിടെ വെൽഡ് ചെയ്തു. ഓക്കെ, നമ്മൾ 2 ജംഗ്ഷൻസും ഇവിടെ വെൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മൾ നേരത്തെ സ്ട്രക്ചറിൽ പറഞ്ഞ കാര്യം. എന്താണ്, തെർമോകപ്പിൾ എന്ന് പറഞ്ഞാൽ 2 വയേഴ്സ് ഉണ്ടായിരിക്കും, അതിൻ്റെ എൻഡുകൾ തമ്മിൽ എന്തായിരിക്കും, പരസ്പരം ജംഗ്ഷൻ ചെയ്തായിരിക്കും വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് ഒരു പോയിന്റിൽ, ഓക്കെ, നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റിലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആ പോയിന്റിലേക്ക് ഈ വെൽഡ് ജംഗ്ഷൻ അടക്കി കൊണ്ടുവയ്ക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ളപ്പോൾ എന്താണ്, ഈ 2 മെറ്റൽസും 2 രീതിയിലായിരിക്കും എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ടെമ്പറേച്ചറിനെ ക്യാരി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസിലാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്, ഒരു വോൾട്ടേജ് ഇൻഡ്യൂഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തെർമോകപ്പിളിനെ പറ്റി അറിഞ്ഞിരിക്കുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, 2 വയേഴ്സ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, 2 വയേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണ്, 2ഉം ഡിഫറെൻറ്റ് വയേഴ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. 2 ഡിഫറെൻറ്റ് വയേഴ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ മറ്റൊന്ന് എന്താണ് പറയുന്നത്, ഇത് പരസ്പരം വെൽഡ് ചെയ്തിരിക്കുന്ന ജംഗ്ഷനിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ആ പോയിന്റ്, നമുക്ക് ആവശ്യമുള്ള പോയിന്റിലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി ആ ജംഗ്ഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ഡിഫറെൻറ്റ് മെറ്റൽസ് ആണ്, 2 മെറ്റൽസ് ആയതുകൊണ്ട് അവിടെ എന്താ സംഭവിക്കുക, അവിടെ ടെമ്പറേച്ചറിൻ്റെ ക്യാരി ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് എന്താണ്, അവിടെ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അടുത്തിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്താണ്, ഒരു തെർമോകപ്പിളിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പളിനെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഒരു തെർമോകപ്പിളിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പളിനെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദ തെർമോകപ്പിൾ ഡിപ്പെൻഡ്സ് ഓൺ 3 എഫക്റ്റ്. ഇപ്പോൾ എന്താണ്, ഒരു തെർമോകപ്പിൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ എന്താണ് 3 എഫക്റ്റുകളാണ് അവിടെ എന്താണ് പ്രസൻ്റ് ആയിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ 3 എഫക്റ്റുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫസ്റ്റ് എഫക്റ്റാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്, സീബാക്ക് എഫക്റ്റ്. ഓക്കെ, ഇപ്പോൾ ഒരു തെർമോകപ്പിളിൻ്റെ വർക്കിങ്ങിനിടയിൽ പ്രസൻ്റ് ആയിരിക്കുന്ന 3 എഫക്ട്സ് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ എഫക്റ്റാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്, സീബാക്ക് എഫക്റ്റ്. ഓക്കെ, ഇനി എന്താ സീബാക്ക് എഫക്റ്റ് നമുക്ക് നോക്കാം. ദ സീബാക്ക് എഫക്റ്റ് ഒക്കേഴ്സ് ബിറ്റ്വീൻ 2 ഡിഫറെൻറ്റ് മെറ്റൽസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു തെർമോകപ്പിൾ 2 ഡിഫറെൻറ്റ് മെറ്റൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ എന്താണ്, അതിനിടയിൽ പ്രസൻ്റ് ആയിരിക്കുക. ഓക്കെ, ഈ 2 മെറ്റൽസിനിടയിൽ ഒക്കർ ആവുന്ന എഫക്റ്റാണ് എന്തെന്ന് പറയുന്നത്, സീബാക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വെൻ ദ ഹീറ്റ് പ്രൊവൈഡ്സ് ടു എനി വൺ ഓഫ് ദ മെറ്റൽ, ദ ഇലക്ട്രോൺ സ്റ്റാർട്ട് ഫ്ലോയിങ് ഫ്രം ഹോട്ട് മെറ്റൽ ടു കോൾഡ് മെറ്റൽ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താണ്, നമ്മൾ ജംഗ്ഷനിലെ നമ്മുടെ എന്താണ് ഈ 2 മെറ്റൽസും വെൽഡ് ചെയ്തിരിക്കുന്ന ജംഗ്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെമ്പറേച്ചർ മെഷറുള്ള പോയിന്റ് നമ്മൾ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ എന്താണ്, 2 മെറ്റൽസിലും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും എന്താണ് ടെമ്പറേച്ചർ ക്യാരി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആയിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്, ടെമ്പറേച്ചർ എപ്പോഴും എന്താണ് ചെയ്യുന്നത്, ഒരു ഹൈ ടെമ്പറേച്ചറിൽ നിന്നും, ഓക്കെ, ഹൈ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ നിന്നും എന്താ സംഭവിക്കുന്നത്, ലോ ആയിട്ടുള്ള ടെമ്പറേച്ചറിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ടെമ്പറേച്ചർ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോൺസ് എപ്പോഴും എന്തായിരിക്കും ചെയ്യുക, ഒരു ഹൈ ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്ത് നിന്നും ലോ ടെമ്പറേച്ചറിലേക്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ഓക്കെ, ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഒരു ഹൈ ടെമ്പറേച്ചറിൽ നിന്നും ലോ ടെമ്പറേച്ചറിലോട്ട് എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണ്, ഇലക്ട്രോൺസിന്റെ ഇത്തരത്തിലെ മൂവ്മെന്റ് അല്ലെങ്കിൽ ഈ ഫ്ലോയിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ ഫ്ലോ ആണ് ബേസിക്കലി എന്ത് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ ഇലക്ട്രിസിറ്റി. ഓക്കെ, നമ്മൾ ഇലക്ട്രിസിറ്റി എങ്ങനെ ക്രിയേറ്റ് ആവും, നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നമ്മൾ പറയുന്നതാണ് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് 2 മെറ്റൽസ് ഉണ്ടായിരിക്കും, ഉണ്ടാകുന്നത് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ നിന്ന് ലോ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലെ മൂവ്മെന്റ് എന്താണ് സംഭവിക്കുന്നത്, ദസ് എ ഡയറക്റ്റ് കറണ്ട് ഇൻഡ്യൂസസ് ഇൻ ദ സർക്യൂട്ട്. ഇത്തരത്തിലെ ഒരു മൂവ്മെന്റ് മൂലം, ഓക്കെ, ഇത്തരത്തിലൊരു മൂവ്മെന്റ് മൂലം എന്താണ് സംഭവിക്കുന്നത്, ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്യൂട്ടിൽ എന്ത് സംഭവിക്കുന്നു, ഒരു ഡയറക്റ്റ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സീബാക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സീബാക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്, ടെമ്പറേച്ചർ ഡിഫറൻസ് മൂലം അവിടെ എന്ത് സംഭവിക്കുന്നു, ഇലക്ട്രോൺസിന്റെ ഫ്ലോ സംഭവിക്കുന്നു. ആ ഫ്ലോ മൂലം അവിടെ എന്താവുന്നു, അവിടെ ഒരു ഡയറക്റ്റ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിൽ നടക്കുന്ന ഫിനോമിനയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സീബാക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സീബാക്ക് എഫക്റ്റിനെ പറ്റിയാണ് പറയുന്നത്. എന്താണ്, ഇറ്റ് ഈസ് എ ഫിനോമിനൻ ഇൻ വിച്ച് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 ഡിഫറെൻറ്റ് മെറ്റൽസ് ഇൻഡ്യൂസസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് 2 ഡിഫറെൻറ്റ് മെറ്റൽസ് ഉണ്ടായിരിക്കും, അവിടെ 2 ഡിഫറെൻറ്റ് ടൈപ്പിലെ ടെമ്പറേച്ചർ വരികയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഓക്കെ, ഡിഫറെൻറ്റ് ആയിട്ടുള്ള എന്താണ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ദ സീബാക്ക് എഫക്ട് പ്രൊഡ്യൂസസ് സ്മോൾ വോൾട്ടേജ് ഫോർ പെർ കെൽവിൻ ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ എന്താണ്, നമ്മൾ ടെമ്പറേച്ചർ കെൽവിനിൽ മെഷർ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ആ മെറ്റലിൽ ഉണ്ടാകുന്ന പെർ കെൽവിൻ അനുസരിച്ച് അവിടെ എന്ത് സംഭവിക്കുന്നു, ചെറിയ രീതിയിൽ, ഓക്കെ, വളരെ സ്മോൾ എമൗണ്ട് ഓഫ് രീതിയിൽ എന്താണ് വോൾട്ടേജ് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ വോൾട്ടേജിന്റെ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അവിടെ കറണ്ട് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അവിടെ ഒരു ഡയറക്റ്റ് കറണ്ടിന്റെ ഫ്ലോ എന്ത് ചെയ്യുന്നു, ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത്. ഓക്കെ,
നമുക്കൊന്നുകൂടി നോക്കാം. നമ്മൾ തെർമോകപ്പിളിനെ പറ്റിയാണ് പറയുന്നത്. തെർമോകപ്പിളിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ വർക്കിംഗ് അറിയപ്പോൾ അതിലെ 3 എഫക്റ്റുകളെ പറ്റി നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് ഫസ്റ്റ് എഫക്റ്റാണ് നമ്മൾ പറയുന്നത് സീബാക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് സീബാക്ക് എഫക്റ്റിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ തെർമോകപ്പിളിൽ 2 ഡിഫറൻറ്റ് മെറ്റൽസ് യൂസ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് എന്താണ്, ഒരു പർട്ടിക്കുലർ പോയിന്റ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന സമയത്ത് ഈ 2 മെറ്റൽസിലും 2 രീതിയിലായിരിക്കും, ഡിഫറൻറ്റ് ആയിരിക്കും. കാരണം 2 മെറ്റൽസ് എന്താണ് 2 രീതിയിലായിരിക്കും ടെമ്പറേച്ചറിനെ ക്യാരി ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഒബ്വിയസ്ലി ഒരിടത്ത് ഹൈ ടെമ്പറേച്ചറും ഒരിടത്ത് ഒരു ലോ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു പറയുന്നത് മെറ്റൽസിനിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ്, ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മൂലം അവിടെ നിന്നും അവിടെ കറന്റ് ഫ്ലോയും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സീബാക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അറിയേണ്ട കാര്യം എന്താണ്, ആ മെറ്റൽസിൽ ഓക്കെ ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് നമ്മൾ കെൽവിനിലായിരിക്കും അവിടെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പെർ കെൽവിനിൽ ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് എന്താണ് ഒരു സ്മോൾ അളവിൽ അവിടെ എന്ത് സംഭവിക്കുന്നു, ഒരു ചെറിയ അളവിൽ എന്ത് സംഭവിക്കുന്നു, വോൾട്ടേജ് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ എഫക്റ്റിനെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. രണ്ടാമത്തെ എഫക്റ്റ് ആണ് പെൽറ്റിയർ എഫക്റ്റ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ എഫക്റ്റ് എന്താണ്, പെൽറ്റിയർ എഫക്റ്റ് എന്ന് പറയുന്നത്. ദ പെൽറ്റിയർ എഫക്റ്റ് ഇസ് ദ ഇൻവേഴ്സ് ഓഫ് ദ സീബാക്ക് എഫക്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ല, നമ്മൾ പറഞ്ഞതാണ് സീബാക്ക് എഫക്റ്റ് എന്താണോ അതിന്റെ ഇൻവേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് പെൽറ്റിയർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണ്, സീബാക്ക് എഫക്റ്റിന്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള എഫക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെൽറ്റിയർ എഫക്റ്റ് ആണ്. നമുക്ക് പെൽറ്റിയർ എഫക്റ്റ് എന്താണെന്ന് നോക്കാം. ദ പെൽറ്റിയർ എഫക്റ്റ് സ്റ്റേറ്റ് ദാറ്റ് the temperature difference can be created between the 2 different conductors by applying the potential difference between them. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് സീബാക്ക് എഫക്റ്റിൽ നമ്മൾ എന്താണ് പറയുന്നത്, നമുക്ക് 2 ഡിഫറെന്റ് മെറ്റൽസ് ഉണ്ട്. ഓക്കെ, നമുക്ക് 2 ഡിഫറെന്റ് വയേഴ്സ് അല്ലെങ്കിൽ 2 ഡിഫറെന്റ് മെറ്റൽസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ എന്താണ് ഈ രണ്ടിടത്തും എന്താണ് ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ, ഈ രണ്ടിടത്തും ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്, അവിടെ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. അവിടെ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ സീബാക്ക് എഫക്റ്റ് പറഞ്ഞത്. എന്താണ് 2 മെറ്റൽസ് നമ്മളിലുണ്ട്, അവിടെ 2 ഡിഫറെന്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, അതിനിടയിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇനി എന്താണ് പെൽറ്റിയർ എഫക്റ്റ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കാര്യം നമ്മൾ റിവേഴ്സിൽ ആലോചിച്ച് നോക്കിയാൽ മതി. എന്താണ്, നമുക്ക് 2 മെറ്റൽസ് ഓക്കെ 2 മെറ്റൽസ് അല്ലെങ്കിൽ 2 വയേഴ്സ് നമ്മുടെ കയ്യിൽ പ്രസന്റ് ആണ്. ഈ 2 വയേഴ്സിൽ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഡിഫറെന്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഡിഫറെന്റ് ആയിട്ട് 2 വയേഴ്സ് ഉണ്ട്, രണ്ടിടത്തും ഡിഫറെന്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത്, ഈ രണ്ടിനും ഇടയിൽ ഓക്കെ ഈ 2 മെറ്റൽസിനിടയിൽ എന്താണ് ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പെൽറ്റിയർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സീബാക്ക് എഫക്റ്റിന്റെ ഇൻവേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പെൽറ്റിയർ എഫക്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് ടെമ്പറേച്ചർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എങ്ങനെ, അവിടെ ഈ കണ്ടക്ടേഴ്സിനിടയിൽ ഈ 2 ഡിഫറെന്റ് കണ്ടക്ടേഴ്സിനിടയിൽ എന്തുണ്ടെങ്കിൽ അവർക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഓക്കെ ബൈ അപ്ലൈങ് എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ 2 കണ്ടക്ടേഴ്സിനിടയിൽ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ടെമ്പറേച്ചറിൽ എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത്, ഡിഫറൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ എഫക്റ്റിനെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. മൂന്നാമത്തെ എഫക്റ്റ് ആണ് തോംസൺ എഫക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ തെർമോകപ്പിളിന്റെ വർക്കിംഗ് എഫക്റ്റ് എന്ന മൂന്നാമത്തെ എഫക്റ്റ് ആണ് തോംസൺ എഫക്റ്റ് എന്ന് പറയുന്നത്. ദ തോംസൺ എഫക്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് when 2 dissimilar metals join together and if they create 2 junctions, then the voltage induces the entire length of the conductor because of the temperature gradient. ഓക്കെ, അപ്പോൾ എന്താണ് തോംസൺ എഫക്റ്റിൽ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് 2 ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റൽസ്. ഓക്കെ, അപ്പോൾ നമ്മൾ തെർമോകപ്പിളിന്റെ കേസിലാണ് നമ്മൾ പറയുന്നത് എന്താണ് അവിടെ 2 ഡിസിമിലർ ആയിട്ടുള്ള മെറ്റൽസ് ആണ് നമുക്ക് ഉണ്ടായിരിക്കുക. ഇത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് തെർമോകപ്പിൾ എന്താണ് അത് വെൽഡഡ് ആണ്. ഓക്കെ, അപ്പോൾ 2 ഡിസിമിലർ ആയിട്ടുള്ള മെറ്റൽസ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുകയും പിന്നെന്താണ് ഇഫ് ദേ ക്രിയേറ്റ് 2 ജംഗ്ഷൻസ് 2 ജംഗ്ഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഓക്കെ 2 ജംഗ്ഷൻസ് അവിടെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത്, അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജ് ദ വോൾട്ടേജ് ഇൻഡ്യൂസസ് എന്തായിരിക്കും എന്നാണ് പറയുന്നത് ദ എൻറ്റയർ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ആ കണ്ടക്ടറിന്റെ കംപ്ലീറ്റ് ലെങ്തിൽ ഓക്കെ ഓർക്ക് എന്താണ് അതിന്റെ എൻറ്റയർ ലെങ്തിലായിരിക്കും എന്ത് സംഭവിക്കുന്നത് ഈ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അത് എന്തുകൊണ്ടാണ് ഈ എൻറ്റയർ കണ്ടക്ടറിന്റെ ലെങ്തിലേക്ക് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബിക്കോസ് ഓഫ് ദ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്. അതിൽ ടെമ്പറേച്ചർ ഗ്രേഡിന് മൂലമാണ് എന്ത് സംഭവിക്കുന്നത് ഈ എൻറ്റയർ ആയിട്ടുള്ള കണ്ടക്ടറിൽ എൻറ്റയർ ലെങ്തിൽ എന്ത് സംഭവിക്കുന്നത് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മൾ മൂന്നാമത്തെ എഫക്റ്റ് തോംസൺ എഫക്റ്റ് ആണ് പറയുന്നത്. എന്താണ് തോംസൺ എഫക്റ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിസിമിലർ ആയിട്ടുള്ള 2 മെറ്റൽസിനെ നമ്മൾ ജോയിൻ ചെയ്ത് ആ ജംഗ്ഷനിൽ വെക്കുകയും പിന്നെ എന്ത് ചെയ്യാണ് അതിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ കണ്ടക്ടറിന്റെ കംപ്ലീറ്റ് എൻറ്റയർ ലെങ്തിലായിരിക്കും വോൾട്ടേജ് എന്ത് ചെയ്യുക ഇൻഡ്യൂസ് ചെയ്യപ്പെടുക. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിലെ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് അങ്ങനെയായിരിക്കും. ഓക്കെ, ദ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ഈസ് എ ഫിസിക്കൽ ടേം വിച്ച് ഷോസ് ദ ഡയറക്ഷൻ ആൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അറ്റ് എ പർട്ടിക്കുലർ ലൊക്കേഷൻ. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ഓക്കെ നമ്മൾ ഈ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതൊരു ഫിസിക്കൽ ടേം ആണ്. അതെന്താണ് ഈ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് നമ്മൾ എന്താണ് റെപ്രസെന്റ് ചെയ്യണം ആക്ച്വലി
നമ്മുടെ ടെമ്പറേച്ചറിന്റെ മൂവ്മെന്റിന്റെ ഓക്കെ ഈ ടെമ്പറേച്ചർ ഏത് ഡയറക്ഷനിൽ നിന്നും എവിടെ നിന്നും എങ്ങോട്ട് പോകുന്നു എന്നുള്ള ഡയറക്ഷൻ അവിടെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എന്താണ് പറയുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അറ്റ് എ പർട്ടിക്കുലർ ലൊക്കേഷൻ. അപ്പോൾ നമുക്കറിയാം നമ്മൾ എന്താണ് നല്ല ഹീറ്റുള്ള ഒരു പ്ലേസിലേക്ക് നമ്മളൊരു മെറ്റൽ പ്ലേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ എന്താണ് ഫസ്റ്റ് ഇവിടെ ആയിരിക്കും ഏറ്റവും ഹയസ്റ്റ് ഹീറ്റ് ആവുക, പിന്നെയാണല്ലോ നമുക്ക് പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത് എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അറ്റ് എ പർട്ടിക്കുലർ ലൊക്കേഷൻ. ഒരു ലൊക്കേഷനിൽ നിന്ന് ടെമ്പറേച്ചർ എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നും മൂവ് ചെയ്ത് പോകുന്നത് എന്നുള്ളത്. ഓക്കെ, അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്നും ഓരോ പർട്ടിക്കുലർ പോയിന്റിലും അവിടുത്തെ ടെമ്പറേച്ചറിന്റെ മെഷർമെന്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് എന്താണ് നമ്മൾ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് മൂലം നമ്മൾ ഡിനോട്ട് ചെയ്യണത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി നോക്കാം. നമ്മൾ തെർമോകപ്പിളിന്റെ മൂന്നാമത്തെ എഫക്റ്റിനെ പറ്റിയാണ് പറഞ്ഞത്, പ്രസന്റ് ആയിരിക്കുന്നത്. അത് തോംസൺ എഫക്ട് എന്നാണ് പറഞ്ഞത്. ഡിസിമിലർ ആയിട്ടുള്ള രണ്ട് മെറ്റൽസിനെ നമ്മൾ ജോയിൻ ചെയ്ത് ജംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയും അവിടെ എന്താണ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ കണ്ടക്ടറിന്റെ എൻറ്റയറിൽ എന്തിലായിരിക്കും, കാരണം എന്താണ് അതിനെ ടെമ്പറേച്ചർ ഗ്രേഡിയന്റിനെ എന്താണ് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. എന്താണ് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് നമ്മൾ പറഞ്ഞു, എന്താണ് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്തിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ടെമ്പറേച്ചർ പോകുന്ന ഡയറക്ഷനും അത് ഏത് റേറ്റ് ഓഫ് ചേഞ്ചിലാണ് ആ ടെമ്പറേച്ചർ ഓരോ പർട്ടിക്കുലർ ലൊക്കേഷനിൽ നിൽക്കുന്നതെന്നും ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിന്റെ എക്സാമിന്റെ ഡേറ്റ് വന്നിരിക്കുകയാണ് April 25 ആണ്. സോ എന്താണ് നന്നായി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ക്ലാസ് അവൈലബിൾ ആണ്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്താണ് നമ്മൾ തെർമോകപ്പിളിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൻ്റെ തെർമോകപ്പിളിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെന്താണ് അതിൻ്റെ സ്ട്രക്ചർ എന്തായിരുന്നുള്ളത്, അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്താണെന്നുള്ളതും അതിൻ്റെ വർക്കിങ്ങിനെ എഫക്ട് ചെയ്യുന്ന ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള 3 എഫക്റ്റിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ മറ്റാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും ഈ വീഡിയോ സജസ്റ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ എന്താണ് നമ്മളെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഓക്കെ, താങ്ക്